വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറച്ച് തിരക്കിലാണ് കാരണം എനിക്കൊരു 15 മിനിറ്റിൽ ഇറങ്ങണം. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ വിഷൻ ബോർഡൊക്കെ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഇനി ആകെ 2 വീക്സ് ഉള്ളൂ നമ്മളുടെ ന്യൂ ഇയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാം നടന്നിട്ടില്ല, ഓൾമോസ്റ്റ് ഒരു 90% എല്ലാം ഏകദേശം തന്നെ നടന്നു. കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടില്ല, ചിലപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ നടക്കുമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്ന ഈ വർഷം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ലാസ്റ്റിലേക്ക് വെച്ചേക്കുമായിരുന്നു. പിന്നെ ആകെ നമുക്ക് 2 വീക്സ് അല്ലേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഒരു ആക്ടിവിറ്റിയാണ്. അതൊക്കെ ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. അത് എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തു. അത് ആക്ച്വലി എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും മന്ത്സ് ഈ 11 മന്ത്സ് ചെയ്യാതിരുന്നതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നണേ ഇവിടെ കുറച്ച് റേറ്റ് ആണ്. ഞാൻ നാട്ടിൽ വരുവാണെങ്കിൽ നാട്ടിൽ ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഫൈനലി ഇവിടെ തന്നെ ബുക്ക് ചെയ്തു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ബുക്ക് ചെയ്തത്. എനിക്കൊരു 15 മിനിറ്റ്സിൽ ഇറങ്ങണം. എനിക്ക് ഇന്നാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് കിട്ടുന്നത്. അപ്പോൾ കുറേ ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എണീറ്റു, പിന്നെ അനു വർക്കിന് പോയി, അതിൻ്റെ തിരക്കായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ടൈം കിട്ടി. അപ്പോൾ നമുക്ക് ചീത്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഡ്രസ്സാണ് ഇന്ന് ഇടേണ്ടത്. ഞാൻ ഈ ടോപ്പാണ് ഇട്ടേ, കാരണം ഞാൻ T3 വാങ്ങിയതാണ്. ഇത് എനിക്ക് ചീത്തായാലും കുഴപ്പമില്ല, അന്ന് കാണാനും നല്ല ഭംഗിയല്ല. നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി വേണമല്ലോ. ലെറ്റ്സ് സീ, നമുക്ക് റെഡി ആവാം. ഇത് സ്പഞ്ചില്ലേ, അതിൻ്റെ ഈ ഫ്ലാറ്റ് പോർഷനിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാം, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഈ സൈഡും. ഓക്കെ, കോണ്ടോർ ആൻഡ് ബ്ലഷ് ആണ് രണ്ടും. ഞാൻ ഷാർലറ്റ് ടിൽബറിയുടെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു സെയിം ഷേപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം നിങ്ങളുടെ ഫേസിന് ഏതാണോ ഷേപ്പിംഗ് സ്യൂട്ട് ആവുന്നത് അതനുസരിച്ച് കോണ്ടോർ ചെയ്യുക. ഹൈലൈറ്റിംഗ് ബ്ലഷ് ആണ്, അപ്പോൾ ചെറിയ ഹൈലൈറ്റിംഗ് ഫീൽ ഉണ്ടാവും. ഞാൻ പൊതുവേ ഇത് യൂസ് ചെയ്യാറ് കണ്ടോ, പൊതുവെ ഇത് യൂസ് ചെയ്യാറ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ്. വർക്കിന് പോകുമ്പോൾ ഞാൻ പൊതുവെ റബ്ബാൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യാറ്. ഈ താടിയിലൊക്കെ ഇത്തിരി ഇഷ്ടം കേട്ടോ. ഇതൊന്നും താടിയിൽ ഇടേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താനെ തണുത്തിട്ട് മൂക്കിൻ്റെ അവിടെയൊക്കെ ചുമന്നിരിക്കും. അത് വെച്ചിട്ട് ഇൻ കേസ് ഇവിടെ ഇങ്ങനെ എക്സസ് ആയിട്ട് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഒന്ന് മാച്ച് കളയാം. ഒരു ക്ലിപ്പ് എടുക്കണ്ട ഇൻ കേസ് നമുക്ക് ഹെയർ ടൈ ചെയ്യണം. ഞാൻ പെട്ടെന്ന് റെഡിയായി ഇറങ്ങുന്നുണ്ട്. നേരെ കോഫി കുടിക്കാൻ പോയിട്ട് കോഫി വാങ്ങി നമ്മൾ ഊബർ വിളിക്കാണ്. ഇതാണ് നിങ്ങൾ എൻ്റെ കാണുന്ന ബിഹൈൻഡ് ദ സീൻസിലെ വ്യക്തി. ഈ വ്യക്തിയാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ എക്സാക്ട് ക്ലാസ് തുടങ്ങുന്ന ടൈമിലാണ് എത്തിയത്. എല്ലാവരും ഏകദേശം 10-15 മിനിറ്റ് മുന്നേ എത്തിയതുകൊണ്ട് ഇവരെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവൾ 1/2 മണിക്കൂർ മുന്നേ എത്തി. നേരത്തെ തന്നെ പുള്ളി ഇത് പ്രെപ്പ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചിരുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ വർഷം എന്തായാലും നാട്ടിൽ പോകാത്തത് കൊണ്ട് എങ്കിൽ പിന്നെ ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ പോട്രി ക്ലാസ് നിയർ മീ എന്ന് അടിച്ചപ്പം കിട്ടിയൊരു ക്ലാസ്സസിൽ നല്ലൊരു റിവ്യൂ കണ്ട ഒരു ക്ലാസ്സാണ് ഇത്. ക്ലാസ് ബെൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് വഴിയായിട്ട് ഞാൻ ബുക്ക് ചെയ്തത്. ഇത് 11 to 1 വരുന്ന 2 hours ക്ലാസ് ആണ്. ഈ ഒരു 2 hours അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കാനും പറ്റും. അതിൽ ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്ത് അത് അവർ സെറ്റ് ചെയ്ത് കളർ ചെയ്ത് നമുക്ക് തരും. ആൻഡ് എക്സ്ട്രാ ഒന്നിൽ കൂടുതൽ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഞാൻ എടുത്ത ടിക്കറ്റിൻ്റെ പ്രൈസ് വന്നത് 58 pounds ആണ്. അതിൽ ഓൾറെഡി എൻ്റെ ക്ലാസ് പ്ലസ് ഞാനന്ന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എനിക്ക് അവർ സെറ്റ് ചെയ്ത് അവർ തന്നേക്കുന്ന കളർ ഓപ്ഷൻസിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്ത് അവരത് കളർ ചെയ്തും തരും. പക്ഷെ ഇത് ഏകദേശം 5 വീക്സ് എടുക്കും ഫുള്ളി സെറ്റായി വരാൻ വേണ്ടി. സോ 5 വീക്സ് കഴിയുമ്പം അത് വന്ന് കളക്ട് ചെയ്യണം. ടോട്ടൽ 6 പേരാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക. ഞാനും എൻ്റെ ഫ്രണ്ട് ടോട്ടലി എൻജോയ് ചെയ്ത് 2 hours പോയത് ശരിക്കും അറിഞ്ഞേയില്ല. ഞങ്ങൾ 2 hours കൂടുതലൊക്കെ ടൈം എടുത്തിട്ടോ. ഞങ്ങളുടെ കൂടെ പിന്നെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു കപ്പിളും ഉണ്ടായിരുന്നു. കപ്പിളായിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡേറ്റ് ഐഡിയയും കൂടി ആയിട്ടാട്ടോ എനിക്കിത് തോന്നിയത്. ചെയ്ത് കഴിഞ്ഞാൽ എണീറ്റ് പോലൊന്നും നടക്കില്ല. നമ്മൾ ചെയ്ത ഒരു ഏരിയ ഫുള്ളി ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. ക്ലീനിങ് പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് അതെനിക്കൊരു ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു.
ഇതാണ് ഇന്നത്തെ ബാച്ച് ചെയ്ത സാധനങ്ങൾ. പലതും പല ഷേപ്പിലാണ്. ഇതിൻ്റെ ഇടയിൽ എവിടേക്കോ ഞാൻ ചെയ്തത് കിടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഞാൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഫൈനലി ഒരു ഷേപ്പില്ലാത്ത ഷേപ്പുള്ള ഒരു ബൗൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ബ്ലാക്ക് കളറാണ് അടിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. 5 വീക്സ് കഴിയുമ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ട് കളക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇട്ടിട്ട് പോയ പോർട്രീസ് ഉണ്ടാവില്ലേ, അതെല്ലാം ഇവരൊരു ഫ്രീ പോർട്രി എന്ന് പറഞ്ഞിട്ട് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുത്തിട്ട് പോകാം. ഞങ്ങൾ അങ്ങനെ ഒരു 2 എണ്ണം എടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. എങ്കിൽ പിന്നെ നല്ല നാടൻ ഫുഡ് തന്നെ കഴിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് കേരള റെസ്റ്റോറൻറ്റ്സ് എല്ലാം നോക്കുമായിരുന്നു പോയി ചെന്നിരുന്ന് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് ഷോപ്പിംഗ്. ഫസ്റ്റ് തന്നെ പോയത് മേക്കപ്പ് ഷോപ്പിങ്ങിനാണ്. ഞങ്ങൾക്ക് കുറച്ച് ലിപ് ലൈനേഴ്സ്, ലിപ്സ്റ്റിക് അങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അതെല്ലാം നോക്കി. അങ്ങനെ ഒരു അടിപൊളി ഡേ ആയിരുന്നു. ഏകദേശം 5:30 പക്ഷേ ഫുള്ള് ലൈറ്റൊക്കെ പോയിട്ട് ഒരു രാത്രി 10 മണിൻ്റെ അത്രയും ഡാർക്കായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2 ആളുടെ വിഷൻ ബോർഡിലുള്ളായിരുന്നു ഈ ഒരു പോട്രി ക്ലാസ്സിന് പോകാന്നുള്ളത്. നെക്സ്റ്റ് ഇയറിൽ ഇതുപോലെ എന്തെങ്കിലും ബേക്കറിയോ അല്ലെങ്കിൽ ബൊക്കെ മേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തു. ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു ഫീലായിരുന്നു. എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വിഷൻ ബോർഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ്. അപ്പം അതൊരു 50-50യിലാണ് ഇരിക്കുന്നത്. കാരണം ശരിക്കും ഒരു ഗേൾസ് നൈറ്റ് പോലെ ഞങ്ങളൊരു 3 ഫ്രണ്ട്സ് കൂടി ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നാകുമ്പം ഇവിടെ ട്രെയിൻസ് ഒന്നുമില്ല. അപ്പോൾ അവർ ലിവർപൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് ട്രെയിൻസ് ഇല്ലാതെ ഊബർ കിട്ടുവാണെങ്കിൽ അവർ വരും, ഊബർ കിട്ടിയില്ലെങ്കിൽ അവർ വരില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഒരു തീമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ അവർക്കൊരു ഇൻവിറ്റേഷനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ട് ഇങ്ങനെയൊക്കെ. അപ്പം അതും ഇപ്രാവശ്യവും നമ്മളൊരു വിഷൻ ബോർഡ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ എന്തായാലും എൻ്റെ വിഷൻ ബോർഡ് ഫുൾ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഫോണൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ടൈമല്ലേ. ഞങ്ങൾ ഒരു 3 പോട്ട്സാണ് ഉണ്ടാക്കിയത്. അതിൽ ഒരെണ്ണം നമുക്ക് കൊണ്ടുവരാൻ പറ്റാം. ലാസ്റ്റത്തെ ഉണ്ടാക്കുന്ന സമയത്താണ് ഞങ്ങൾ ക്യാമറ വെക്കുന്നത്. അവിടുത്തെ ആ ഒരു ഇൻസ്ട്രക്ടർ ഭയങ്കര കാമായിരുന്നു. എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടിയുള്ള ആളാട്ടോ. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസിൽ തന്നെ കണ്ടിട്ടുണ്ടാകും. എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് വീഡിയോസിലൊക്കെ കാണിക്കാറുള്ളൂ. പിന്നെ പീപ്പിൾ ഹു ആർ കംഫർട്ടബിൾ. ചിലവർക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അവർ ക്യാമറയിൽ വരാൻ. സോ ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അത്ര ഒന്ന് യൂസ് ടു ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വീഡിയോസ് എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ബോധേഡാണ്. ലൈക്ക് അവർക്ക് ഓക്കെ ആയിരിക്കും, ഇനിയിപ്പം അവർക്ക് അതൊരു ഡിസ്കംഫേർട്ട് ആവുമോ എന്നൊക്കെ ഉള്ള കാര്യം ഞങ്ങൾ ചോദിച്ചു. ലാസ്റ്റ് അപ്പം നെയിം ചോദിച്ചു, ഞങ്ങളൊരു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആയാ ഷുവർ. പുള്ളി ഭയങ്കര ഓണാണ്. അപ്പം ഞാൻ ഓൾറെഡി സ്റ്റാൻഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് മൊത്തത്തിലൊരു 25 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് തോന്നണം എനിക്ക് മൊത്തത്തിൽ കിട്ടി. അപ്പം ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഡ്രസ്സിലേ ഫുൾ അഴുക്കായിട്ടോ, കണ്ടോ. അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ലൈക്ക് ചീത്തായാലും കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇടാൻ. പക്ഷെ എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിൽ പിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് ഇട്ടത് കേട്ടോ. പക്ഷെ ഫുള്ള് കയ്യിലൊക്കെ എൻ്റെ നന്നായിട്ട് അഴുക്കായിട്ടുണ്ട്, ജീൻസിലായിരുന്നു. പക്ഷെ അത് കഴുകിയാൽ പോകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതൊരു കേരള റെസ്റ്റോറൻറ്റ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചേക്കാണ്. കാരണം ഇവിടുത്തെ കേരള റെസ്റ്റോറൻറ്റ്സ് എല്ലാം ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഗ്രാൻഡ് കേരള എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ട് എനിക്ക് ഇവിടെ നിന്ന്. അപ്പോൾ അത് ഡ്രൈവ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പെൻഡിങ്ങിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചു. ചട്ടിച്ചോറ് കഴിച്ചു. ഞാൻ ബീഫ് ചട്ടിച്ചോറ് കഴിച്ചു, ചിക്കൻ ചട്ടിച്ചോറ് കഴിച്ചു. പിന്നെ ഒരു സാധനം കുടിച്ചിട്ട്, അതായത് നാരങ്ങ വെള്ളം ഇല്ല, നമ്മുടെ സോഡ ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളം. അത് സത്യം പറഞ്ഞാൽ മറന്നുപോയി. നമ്മൾ കുടിച്ചിട്ട് കുറേ നാളായിന്ന് വിട്ടുപോയി. അപ്പം ഞങ്ങളിതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുടിച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലില്ലേ. നല്ല നാടൻ ഫുഡും നമ്മുടെ മലയാളം സോങ്ങും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫുഡ് ഒരു ഓക്കെ ആയിരുന്നു. ഞാൻ കേരള കറി ഹൗസ് എന്ന് പറഞ്ഞ വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എപ്പോഴും വാങ്ങുന്ന ആളാണ്. വീക്ക്ലി ഞാൻ അവിടെ നിന്ന് തന്നെ ഫുഡ് വാങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്ലേവേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഫ്ലേവേഴ്സ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ നല്ല തന്നെയായിരുന്നു. ബാക്കി ആംബിയൻസ് എല്ലാം അടിപൊളിയാണ്. ലൈക്ക് നല്ല ഉള്ളിലേക്ക് വലുതായിട്ട് വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. പുറമേ നിന്ന് കാണുമ്പോൾ ചെറുതാണെങ്കിൽ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്. ലൈക്ക് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ ബിരിയാണി ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു മത്ത് ഒടിക്കില്ലേ, ആ ഒരു മത്താണ് എനിക്ക് ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കണ്ണ് പകുതി അടഞ്ഞിരിക്കുക. എനിക്ക് ഉറക്കം വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി ഫ്രഷ് ആവുമ്പോൾ ഒന്ന് ഓൺ ആവുമായിരിക്കും. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സുവനിയർ പോലെ നേരത്തെ ചെയ്തിരുന്ന പിള്ളേർ ചെയ്തത് പിന്നീട് കളക്ട് ചെയ്യാത്ത പോട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ബ്ലാക്ക് പോട്ടാണ് എടുത്തത്. കളർ ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞില്ലേ. 2 ബ്ലാക്ക് പോട്ടാണ്. അത് വലിയ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷേ നല്ല രസമാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല ഒരു ചെറിയൊരു ക്യൂട്ട് ഇതായിട്ട് ഇരിക്കുന്നത് ഞാൻ കാണിച്ചത്. അത് 2ആണ് ഞാൻ എടുത്തത്.
ഒരു കമ്മലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ, അല്ലെങ്കിൽ റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പോട്ടും. പിന്നെ ഇത് ജസ്റ്റ് ബേബി സ്പ്രിത്തോ അങ്ങനത്തെ ചെറിയ എന്തെങ്കിലും ഫ്ലവേഴ്സ് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇപ്പോൾ ഫ്ലവേഴ്സ് വെക്കാൻ വേസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും മതിയില്ല. എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനത്തെ ബ്ലാക്ക് കളേഴ്സും അതും ഇങ്ങനത്തെ ഷൈനുള്ള ബ്ലാക്ക് ആയതുകൊണ്ട് അത് അതിൻ്റെ കൂടെ സ്യൂട്ട് ആയിപ്പം. ഞാൻ എവിടെ വെക്കുമെന്നുള്ളൊരു ഇതിലാണ്, ഏതർ ഡ്രസ്സിങ് ടേബിളിൽ അല്ലെങ്കിൽ ഹോളിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വിഷൻ ബോർഡിൻ്റെ വീഡിയോ ആണ്. അത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഞാൻ വിഷൻ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചാൽ എന്തൊക്കെയാണ് എൻ്റെ ലാസ്റ്റ് ഇയറിൽ നടന്നത്. ലാസ്റ്റ് ഇയറിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഈ ഇയറിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതല്ല, ബട്ട് ചില കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്കും അത് പ്ലാൻ ചെയ്താൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും. ലൈക്ക് നെക്സ്റ്റ് ഇയറിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എൻ്റെ വിഷൻ ബോർഡിൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് ഒരു ബോർഡ് ഉണ്ട്, ഒന്നും ഒരു ജേർണലുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ജേർണൽ ചെയ്തിട്ടാണ് വിഷൻ ബോർഡിലേക്ക് ആക്കുന്നത്. അതിൻ്റെ റീസൺ ഞാൻ ബോർഡ് വെക്കുന്നിടത്ത് നമുക്ക് പാർക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. എനിക്ക് എൻ്റേതായ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഞാൻ ജേർണൽ ചെയ്താണ് വെക്കുന്നത്. അപ്പം എനിക്ക് അതും ചെക്ക് ചെയ്യണം അതിൽ എന്തൊക്കെ നടന്നില്ല എന്നുള്ള. ബോർഡിലും എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് 1 or 2 പിക്ചേഴ്സ് ഉണ്ട്. അപ്പം അത് ഞാൻ അവോയ്ഡ് ചെയ്യും. ഞാൻ പറയാം, ബാക്കിയുള്ളതല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതെനിക്ക് അത്ര പേഴ്സണൽ ആയതുകൊണ്ടാണ് ഞാൻ അത് അവോയ്ഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്തൊക്കെ നടന്നില്ല എന്നുള്ളത്, എന്തൊക്കെ എവിടം വരെ എത്തിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഇയർ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നു. എനിക്ക് കുറേ കൺട്രീസ് കാണണം എന്നായിരുന്നു. അപ്പം അത് നടന്നു. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.